ഈ കാണുന്നതാണ് ഇന്ദിരാഗാന്ധി താമസിച്ച വീട്. ഇപ്പം അത് മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1964 മുതൽ അവരുടെ മരണം വരെ അവരിവിടെയാണ് താമസിച്ചത്. അവരുപയോഗിച്ച പല സാധനങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ അവർ യൂസ് ചെയ്ത പേന, മറ്റുള്ള ഐറ്റംസ് അതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കാണാനൊക്കെ പറ്റും. ഈ കാണുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ചെറുതിലുള്ള ഫോട്ടോയാണ്. ഇത് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോയാണ്. ഈ കാണുന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ കല്യാണ സാരി. ഈ സാരിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജയിലിൽ നിന്ന് നെയ്ത സാരി എന്നും കൂടെ ഇതിന് പറയുന്നുണ്ട്. ഇത് ഇന്ദിരാഗാന്ധി ജയിലിൽ നിന്ന് എഴുതിയ കുറച്ച് കുറിപ്പുകളാട്ടോ. ഒപ്പം അവിടുന്ന് വരച്ച കുറച്ച് പടങ്ങളുമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡ് ഫിറോസ് ഗാന്ധി സ്വന്തമായിട്ട് കാർവ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്താട്ടോ ഈ ബോക്സ്. നേപ്പാളിലെ രാജാവായിരുന്ന ബീരേന്ദ്ര കൊടുത്ത പെട്ടിയും പാലസ്തീൻ നേതാവായിരുന്ന യാസർ അറാഫാത്ത് ഗിഫ്റ്റ് ചെയ്ത ഒരു ക്രിസ്റ്റലിൻ്റെ പെട്ടി അവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ ബെഡ്റൂം. ആരായാലും കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിപ്പോകും. അത്രയും രസമാട്ടോ ആ ബെഡ്റൂം ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇത് അവരുടെ വീടിനകത്ത് തന്നെയുള്ള ലൈബ്രറിയാണ്. അത് ലൈബ്രറി ആയിട്ട് തന്നെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇത് അവർ പഠിക്കുന്ന ടൈമിലുള്ള വരച്ച പടങ്ങളും ബുക്കുകളൊക്കെ ആട്ടോ. പിന്നെ അവരുടെ ഡ്രോയിങ് റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, പൂജാമുറിയൊക്കെ അവിടെ തന്നെയുണ്ട്. ഇത് രാജീവ് ഗാന്ധി ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇട്ടിരുന്ന വസ്ത്രവും ചെരുപ്പും എല്ലാം ഉണ്ട്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന വസ്ത്രം കേട്ടോ അത്. അതിൽ ആ ബ്ലഡ് സ്റ്റെയിൻ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഈ കാണുന്ന കേട്ടോ രാജീവ് ഗാന്ധി അവസാനമായിട്ടിട്ട വസ്ത്രം. 1991 മെയ് 21 തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വിഷമാവാണ്ടിരിക്കില്ല. ഇതൊക്കെയാണ് അകത്ത് കാണാനുള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രസമുള്ള ഗാർഡൻ ഏരിയ നമുക്ക് കാണാം കേട്ടോ. പക്ഷെ ഇവിടെ വെച്ചാണ് ഇന്ദിരാഗാന്ധി വെടികൊണ്ട് മരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്ദിരാഗാന്ധി ഭവനിൽ കാണാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.